ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ചിക്കനാണ്. 5-6 പ്രാവശ്യം വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അഴുക്കൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി ചിക്കൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചിക്കനെ കുറച്ച് മസാലയൊക്കെ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി ഈ ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറുതായി അരിഞ്ഞെടുത്ത് കുറച്ച് സവാള, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ചിക്കൻ പീസിലും മസാല നല്ലോണം പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിവിടെ ഒരു 10-20 മിനിറ്റ് ഇരുന്ന് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ഇതിൽ കുറച്ച് നമ്മൾ മസാല പിടിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് സവാള, പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന കുറച്ച് ഇഞ്ചി, ഇനി 2 പച്ചമുളകും. ഇതിനെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ജീരകം ഇട്ട് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതിനെ അധികം കരിഞ്ഞു പോകാതെ പച്ചമണം മാറുന്നവരെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നൊരു മണം വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളോട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. ഉള്ളിലേക്ക് നന്നായിട്ട് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടാൽ നല്ലൊരു മണം വരുവേ. ഇതിന് സാധാരണ മല്ലിയിലേക്കാളും എന്തോ ഒരു സ്പെഷ്യൽ മണമാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കുകയാണ്. അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഇനി കുറച്ച് മല്ലിപ്പൊടി, എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഓൾറെഡി നമ്മൾ ഈ പൊടികളൊക്കെ നേരത്തെ ചിക്കനിൽ ചേർത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇവിടെ ചേർത്തുള്ളൂ കേട്ടോ. ഇനി ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. പൊടികളൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു അരപ്പ് തയ്യാറായി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാമേ. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു പാത്രം വെച്ച് അടച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇങ്ങനെ അധികം നേരം ഒന്നും വെച്ചേക്കണ്ട കേട്ടോ. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തുറന്ന് നോക്കാമേ. ഇപ്പം നമ്മുടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ അരപ്പും വെള്ളവും ഒക്കെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് വരണം. ഇനി അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയ ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ എല്ലായിടത്തും ആവുന്ന പോലെ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് നമുക്കിതിനെ നല്ലോണം വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് കറിയൊക്കെ നല്ല ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി ലോ ഫ്ലെയിമിലിട്ട് കറി ഏകദേശം ഈ പരുവാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.